എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MBBS BDS കോഴ്സുകൾ ഒഴികെയുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷൻ നാളെ രാത്രി 11:59 വരെയാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ ഉൾപ്പെടുന്നത് ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഫിഷറീസ്, ഫോറസ്ട്രി, വെറ്റിനറി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, ബിടെക് ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള വിവിധ കോഴ്സുകളാണ്. അപ്പോൾ സംസ്ഥാന കോട്ട സീറ്റുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻ്റ് ആണ് ഈ ഒരു അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യാനും ഈ ഒരു കൺഫർമേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഇനിയുള്ള ഓപ്ഷനുകളെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നാളെ ഒക്ടോബർ 2-ാം തീയതി രാത്രി 11:59 വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതാണ്. ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്ത വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും ഇനി വരുന്ന ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ ആദ്യഘട്ട അലോട്ട്മെൻറ്റിലൂടെ മേൽപ്പറഞ്ഞ കോഴ്സുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചവരും ഓപ്ഷൻ നൽകിയിട്ടും അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാത്തവരും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ്. അതുപോലെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്ത വിദ്യാർത്ഥികളുടെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള ഹയർ ഓപ്ഷനുകൾ റദ്ദാക്കുന്നതും അവരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് TC വാങ്ങിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം പിന്നീട് അവിടെ നിന്ന് TC വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പിന്നീട് ആ ഒരു ബന്ധപ്പെട്ട സ്ട്രീമിലുള്ള ഹയർ ഓപ്ഷനുകൾ നിങ്ങളുടേത് റദ്ദ് ചെയ്യപ്പെടും. അതിനാൽ തന്നെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഓൺലൈൻ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിലും നിങ്ങളിപ്പോൾ ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല, ആദ്യത്തെ ഓപ്ഷൻ നിലനിൽക്കുന്നതായിരിക്കും. എന്നാൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും അതുപോലെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ട നിർബന്ധമാണ്. ഫസ്റ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് അവിടെ തന്നെ മതി എന്നുള്ള രീതിയിൽ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് വീണ്ടും ഓപ്ഷൻ കൺഫർമേഷൻ നൽകേണ്ടതില്ല. കാരണം പുതിയൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ഈ ഒരു ഒക്ടോബർ 3-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയുള്ള ഫീസ് അതുപോലെ ബാക്കി തുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പൈസ എന്നിവ സഹിതം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ അടച്ച ശേഷം വിദ്യാർത്ഥി നേരിട്ട് കോളേജിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാളെ രാത്രി 11:59 PM വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താനുള്ള സൗകര്യം, ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ ഓപ്ഷൻ ക്രമീകരിക്കാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുപോലെ 3-ാം തീയതി ഒക്ടോബർ 3-ാം തീയതി രണ്ടാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അതുപോലെ ഒക്ടോബർ 4-ാം തീയതിയോടെ ഈ ഒരു രണ്ടാം ഘട്ട ഫൈനൽ അലോട്ട്മെൻറ്റ് മെയിൻ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 6 മുതൽ ഒക്ടോബർ 9-ാം തീയതി വൈകുന്നേരം 4 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഫീസ് അടച്ച ശേഷം കോളേജിൽ അഡ്മിഷൻ നേടാനുള്ള സമയമാണ്. അപ്പോൾ 9-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങളുടെ അഡ്മിഷൻ നേടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ഒരു CE ഓഫീസിലേക്ക് കോളേജുകൾ അറിയിക്കുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള വിവിധ കോളേജുകളിലെ ഫീസ് നിരക്കുകൾ നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പരിശോധിക്കുക. എത്ര രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC/ST, OEC അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ അതുപോലെ OECക്ക് ആനുകൂല്യമായിട്ടുള്ള OECക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹമായിട്ടുള്ള സമുദായത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു ഫീസ് ഗവൺമെൻറ് ഓർഡർ പ്രകാരം അതുപോലെ തന്നെ ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ സമയത്ത് ട്യൂഷൻ ഫീസ് അടക്കേണ്ടതില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുകയും പഠനം തുടരുകയും ചെയ്യും എന്ന് ഉറപ്പുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും മാത്രം വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സർക്കാർ ഉത്തരവുകളും അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റായുള്ള ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. കാരണം ഓരോ സമയത്തും എപ്പോഴാണ് ഓരോ കാര്യങ്ങൾ വരിക എന്നുള്ളത് കൃത്യമായിട്ട്
കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഡെയിലി ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള അതായത് ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, അതുപോലെ വെറ്റിനറി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, ബിടെക്, ബയോടെക്നോളജി എന്നിങ്ങനെയൊക്കെയുള്ള കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നാളെ രാത്രി 11:59 മുമ്പായിട്ട് വിദ്യാർത്ഥികളുടെ ഓപ്ഷൻസ് കൺഫർമേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ റിമൂവ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ലഭ്യമാണ്. പുതിയത് കോളേജ് കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.